കോൾറാഷ്യസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ കോൾറാഷ്യസ് ലോയുടെ റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അപ്ലിക്കേഷൻസ് ഓഫ് കോൾറാഷ്യസ് ലോ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലാംഡ m0 ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് കോൾറാഷ്യസ് ലോയുടെ സഹായത്തോടെയാണ് കണ്ടെത്താൻ പറ്റുള്ളൂ, ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ കോൾറാഷ്യസ് ലോയുടെ രണ്ട് അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ calculation of lambda m0 of weak electrolyte, and second one calculation of degree of dissociation and dissociation constant of weak electrolyte. ഇപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ആൽഫ കണ്ടുപിടിക്കാം, കെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം, ലാംഡ m0 കണ്ടുപിടിക്കാം. ഇതാണ് കോൾറാഷ്യസ് ലോയുടെ അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് അപ്ലിക്കേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്, കാൽക്കുലേഷൻ ഓഫ് ലാംഡ m0 ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് CH3COH എന്നുള്ള വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തു. ലാംഡ m0 കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് കൂടി സെലക്ട് ചെയ്യണം. സ്യൂട്ടബിൾ ആയിട്ടുള്ള 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. NaCl, CH3CONa, HCl അല്ലേ, സോഡിയം ക്ലോറൈഡ്, സോഡിയം അസറ്റേറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് മൂന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് തന്നെ ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലാംഡ m0 നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് അറിയാത്ത ലാംഡ m0 CH3COH കണ്ടെത്താം. അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പോൾ കോൾറാഷ്യസ് ലോ ഈ 4 ഇലക്ട്രോലൈറ്റ്സിലും അപ്ലൈ ചെയ്യുക. അതായത് നമുക്ക് ലാംഡ m0 അറിയാത്ത വീക്ക് ഇലക്ട്രോലൈറ്റിലും അപ്ലൈ ചെയ്യുക, അതായത് CH3COHലും അപ്ലൈ ചെയ്യുക. Then apply Kohlrash's law to 3 strong electrolytes also, NaCl, CH3CONa, HCl. അല്ലേ, കോൾറാഷ്യസ് ലോ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ കോൾറാഷ്യസ് ലോ അപ്ലൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് എഴുതുക എന്നാണ് അർത്ഥം. ഇക്വേഷൻ എഴുതി, ഫസ്റ്റ് CH3COHൽ ഇക്വേഷൻ എഴുതി, NaClൻ്റെ കോൾറാഷ്യസ് ലോ അപ്ലൈ ചെയ്ത ഇക്വേഷൻ എഴുതി, CH3CONയുടെ കോൾറാഷ്യസ് ലോ അപ്ലൈ ചെയ്ത ഇക്വേഷൻ എഴുതി, HClൻ്റെ ലോ അപ്ലൈ ചെയ്ത ഇക്വേഷൻ എഴുതി. പിന്നെ ഇക്വേഷൻ നമ്പറൊക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഹെസസ് ലോയുടെ പോലെ കാൽക്കുലേഷൻ പോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഈ 3 ഇക്വേഷൻസ്, അതായത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഈ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ m0യിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കിട്ടിയത്? ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 2 ചെയ്തപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ 3 ലാംഡ m0 നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ കിട്ടി എങ്കിൽ, ഗ്രാഫിക്കൽ മെത്തേഡിൽ കിട്ടുള്ളൂ കാരണം അതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് അല്ലേ. അപ്പോൾ ഈ 3 വാല്യൂസ് നമുക്കറിയാം എങ്കിൽ ആ വാല്യൂസിൽ ഈ പ്രോസസ്സ് ചെയ്താൽ മതി അല്ലേ. ഏത് പ്രോസസ്സാണ് ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 2 എന്നുള്ള പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ലാംഡ m0 കിട്ടും. ഇതാണ് മെത്തേഡ്. ഇതാണ് ഇക്വേഷൻ 3യുടെ റൈറ്റ് സൈഡ്, ഇത് ഇക്വേഷൻ 4ൻ്റെ റൈറ്റ് സൈഡാണ്, പിന്നെ മൈനസ് ഇക്വേഷൻ 2ൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ കുറേ ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. അതായത് ഈ റൗണ്ട് ഇട്ടതല്ലാത്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ഇത് പ്ലസ്, ഇത് അവിടെ ഒരു അതേപോലുള്ളൊരു മൈനസ്, ഇതൊരു പ്ലസ്, അത് എൻ്റെ മൈനസ് ചാർജുള്ള അതേ ടേമാണത്. അപ്പോൾ ആകെ ഈ 2 ടേമേ അവശേഷിക്കുള്ളൂ. ഈ 2 ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ m0 CH3COH. അങ്ങനെ ലാംഡ m0 CH3COH കണ്ടെത്താൻ പറ്റും. ഇത് ജസ്റ്റ് എഴുതി നോക്കി തന്നെ ചെയ്യണം, ഡെറിവേഷൻ എഴുതി നോക്കണം, അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനെ ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാം? ലാംഡ m0 CH3COH ഇക്വൽ ടു ലാംഡ m0 CH3CONa പ്ലസ് ലാംഡ m0 HCl മൈനസ് ലാംഡ m0 of NaCl. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി 2 വീക്ക് ഇലക്ട്രോലൈറ്റ്സിനെയും കൂടി ലാംഡ m0 കണ്ടെത്താം യൂസിങ് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ഇപ്പോൾ NH4OHൻ്റെ കേസിൽ NH4Clഉം NaOHും NaClഉം ആണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് സെലക്ട് ചെയ്തത്. H2Oൻ്റെ കേസിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് 3 എടുത്തത് NaOHും HClഉം NaClഉം ആണ്. ഇനിയിപ്പോൾ വേറൊരു സെറ്റ് പറയാൻ പറഞ്ഞാൽ സോഡിയത്തിന് വരെ പൊട്ടാസ്യമാക്കി പറഞ്ഞാൽ മതി. അപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യമൊക്കെ, ഈ സോഡിയം പൊട്ടാസ്യമൊക്കെ എല്ലാ കേസിലും. അപ്പോൾ നമുക്ക് വേറൊരു സെറ്റ് പറയാൻ പറ്റും. 3 ഇലക്ട്രോലൈറ്റ്സിൽ വേറൊരു സെറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. കാരണം പ്രോബ്ലം ചെയ്യണമെങ്കിൽ ജസ്റ്റ് വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡെറൈവ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ ഏതൊക്കെയാണ് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടതെന്ന് അറിയാനുള്ള ഒരു റഫ് വർക്ക് അവിടെ അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ. CH3COH ആണ് കിട്ടേണ്ടതെങ്കിൽ ഇങ്ങനെ എഴുതി നോക്കുക. CH3CONa, HCl, NaCl ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ ഇങ്ങനെ വെട്ടിപ്പോയി അവസാനം CH3COയും Hഉം മാത്രം ബാക്കി വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊന്ന് റഫ് വർക്ക് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനെ. ഇതിപ്പോൾ എന്തിൻ്റെ H2O ബാക്കി, H പ്ലസ് OH മൈനസ് 1 H2O അത് മാത്രം നിൽക്കണം, ബാക്കിയൊക്കെ വെട്ടിപ്പോകണം. ആ രീതിയിൽ NaOH, HCl, NaCl എടുത്തിട്ട്
NaOH Na പ്ലസും OH മൈനസും ഒക്കെ HCl H പ്ലസ് Cl മൈനസും NaCl Na പ്ലസ് Cl മൈനസും അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ H പ്ലസ് OH മൈനസ് മാത്രമേ ബാക്കി വരുന്നുള്ളൂ, അതായത് H2O മാത്രം. ആ രീതിയിലാണ് നമ്മൾ λm0ൻ്റെ ഇക്വേഷൻസ് ഈ ഒരു റഫ് വർക്ക് ചെയ്തിട്ടെടുത്താൽ പെട്ടെന്ന് ശരിയാവും. അപ്പോൾ ഇക്വേഷൻസ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക, പെട്ടെന്ന് തന്നെ പറയുന്ന രീതിയിൽ, ഡെറിവേഷൻ ആയിട്ടല്ല. ഡെറിവേഷനായിട്ടും ചെയ്യാറിയണം, പക്ഷെ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്താൽ മാത്രമേ സമയം ലാഭിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരിക. 1 മെത്തേഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് λm0 ഓഫ് NH4OH അല്ല, അറിയുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ H2O. അപ്പോൾ H2Oൻ്റെ λm0 എങ്ങനെ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണത്. കറക്റ്റ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയൊരു ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാൽ, ഏത് വീക്ക് ഇലക്ട്രോണിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും അതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. NH4OHൻ്റെ λm0 കാണുന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ കൂടിയാണ് തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നോട്ട്ബുക്കിൽ തന്നെ ആൻസർ എഴുതി വയ്ക്കുക. ഫൈനൽ ആൻസർ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇത് NaOH ആണ്. NaOH കോൾഡാഷസ് ലോ ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ തന്നെയാണ്. വാല്യൂസ് ഓഫ് λm0 ഫോർ NH4Cl, NaOH and NaCl are 129.8, 248.1 and 126.4 ohm raised to -1 centimeter square per mole respectively. Calculate λm0 for NH4OH. അപ്പോൾ നമുക്ക് അറിയാം 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് NH4Cl, NaOH, NaClൻ്റെ വാല്യൂസ് λm0 വാല്യൂസ് തന്നു. വീക്ക് ഇലക്ട്രോലൈറ്റായ NH4OHൻ്റെ λm0 കാണാൻ പറഞ്ഞു. ഇത്തരത്തിൽ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഇക്വേഷൻ ഓൾറെഡി അറിയുമെങ്കിൽ ഡെറിവേഷൻ നിൽക്കേണ്ട, പെട്ടെന്ന് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കാൻ പറയുന്നത് ഇത്തരത്തിൽ പ്രോബ്ലംസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്ന് കൊളാഷസ് ലോഡ് അപ്ലിക്കേഷൻ ആണ്. ഡിറ്റർമിൻ ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി MgCl2. MgCl2ൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ അയോൺസിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. സം ചെയ്താൽ മതി. ആ സം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, MgCl2ൻ്റെ അയണൈസേഷൻ Mg2+ഉം 2Cl- ആയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ V-2 എന്ന് എഴുതാൻ മറക്കരുത്. V-ന് 2 എന്നൊരു വാല്യൂ ഉണ്ട്. ആ V- എഴുതാൻ വിട്ടുപോയാൽ ആൻസർ തെറ്റും. അപ്പോൾ 2 × 2 എന്നാണ് ഇവിടെ ഈ 2 വരുന്നത്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ആപ്ലിക്കേഷൻ, കോൾഡാഷസ് ലോയുടെ സെക്കൻഡ് ആപ്ലിക്കേഷനിലേക്ക് പോവാം. സെക്കൻഡ് ആപ്ലിക്കേഷൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടെത്തുക. വീക്ക് ഇലക്ട്രോലൈറ്റിന് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ <1 ആണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അത് എത്രയാണെന്നുള്ളോ അതെങ്ങനെ കാണുന്നുള്ളോ അറിയില്ല. അപ്പോൾ അത് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. അത് λm0യിൽ നിന്ന് കണ്ടെത്താം. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് λm0 നമ്മൾ കോൾഡാഷസ് ലോ വെച്ച് കണ്ടെത്തുക. ആ λm0 ഉപയോഗിച്ചിട്ട് നമുക്ക് ആൽഫയിലേക്ക് എത്താം. ഏതാണ് ഇക്വേഷൻ? ആൽഫ = λm/λm0. λm എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ സിയിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി, λm0 എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇനി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് K കാണാം. ദാറ്റ് ഇസ് K = C⁴². അത് ഓസ്വാൾസ് ഡൈല്യൂഷൻ ലോ എന്നാണ് അറിയപ്പെടുന്നത്. ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. K = C⁴². ഈ ഇക്വേഷനിൽ ആൽഫയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ K കിട്ടും. അപ്പോൾ അതും എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? കോൾഡാഷസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. കാരണം ആൽഫ കണ്ടെത്താനായിട്ട് നമുക്ക് λm0 ആവശ്യം വന്നു. ഈ λm0 കാണണമെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് കോൾഡാഷസ് ലോ ആവശ്യമുണ്ട്. അതുകൊണ്ടാണത് കോൾഡാഷസ് ലോയുടെ ആപ്ലിക്കേഷനായിട്ട് പറയുന്നത്. ഇങ്ങനൊരു പ്രോബ്ലം വരാം. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനാണ്. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.025 മോളാർ മെത്തനോയിക് ആസിഡ് സൊല്യൂഷൻ ഈസ് അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി തന്നു, ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ആൽഫയും കണ്ടുപിടിക്കാനാണ്. കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ ആദ്യം λm0 കണ്ടെത്തുക. വാല്യൂ അയോൺസിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. λm0 കണ്ടെത്തി. അതിനുശേഷം ആൽഫ കാണാൻ λm/λm0. λm0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ λm തന്നിട്ടുണ്ട്. ആൻസർ കിട്ടി. ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ C⁴² വെച്ച് കണ്ടു. അത് ജസ്റ്റ് ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത് കോൾഡാഷസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ആ 2 ആപ്ലിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ 3 വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് λm0 കാണുന്നതിനുള്ള ഇക്വേഷൻസ് അതേപോലെ തന്നെ പഠിച്ചു വയ്ക്കുക, ഡിറൈവ് ചെയ്യാനും പഠിച്ചു വയ്ക്കുക. സെക്കൻഡ് ആപ്ലിക്കേഷനും കൂടി ക്ലിയർ ആക്കുക, പ്രോബ്ലംസ് കറക്റ്റായിട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇലക്ട്രോളിറ്റിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ആണ്. ഓക്കെ, താങ്ക് യു.